അസ്സലാമുഅലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പൊതുവെ മലയാളികൾ ഓംലെറ്റ് തയ്യാറാക്കുമ്പോൾ അതിനകത്തേക്ക് ധാരാളം സവാളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഡയറ്റിൽ സവാള ഉപയോഗിക്കുന്നതിന് കുറച്ച് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാക്കിയായിട്ട് വന്ന എന്ത് ഉപ്പേരിയോ വറവിട്ടതോ എന്തുണ്ടെങ്കിലും അത് വെച്ചിട്ട് നമുക്കൊരു ചീസ് ഓംലെറ്റ് ആക്കാം. അപ്പോൾ ഞാൻ അതിനുള്ളൊരു സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് മെഴുക്ക് പുരട്ടി ബാക്കിയുണ്ട്. ഞാൻ മിക്സഡ് വെജിറ്റബിൾ കാപ്സിക്കനും പിന്നെ കോളിഫ്ലവറും ബ്രൊക്കോളിയും റാഡിഷും എല്ലാം കൂടി വെച്ചിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നല്ലോ. ആ ഒരു മെഴുക്ക് പുരട്ടിയിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് 2 പേർക്ക് കൂടി കഴിക്കാൻ തികയില്ല. അപ്പോൾ ഞാനിത് വെച്ചിട്ടൊരു 4 മുട്ടയും പിന്നെ കുറച്ച് മോസറല്ല ചീസും വെച്ചിട്ട് ഒരു ചീസ് ഓംലെറ്റ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ കഷ്ണങ്ങൾ കുറച്ച് വലുതായിട്ടാണ് ഇപ്പം ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓംലെറ്റിലേക്ക് വേണ്ടിയിട്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ചെറുതാണ് നല്ലതെന്ന്. അപ്പോൾ ഞാനിതൊന്ന് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഞാനിത് തയ്യാറാക്കിയ അതേ പാനിൽ തന്നെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ തീ കത്തിച്ചിട്ട് നമുക്ക് ആ പാനൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഞാനിത് അതിനകത്തിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പും എരിവൊക്കെ നമ്മൾ നേരത്തെ ഇട്ടതാണ്. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നേരിട്ട് തന്നെ മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിലിട്ട് ഉപ്പും കുരുമുളകൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നേരിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചത് കൊണ്ട് മുട്ടയിലേക്കുള്ള ഉപ്പും കുരുമുളക് പൊടിയും അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുകയാണ്. ഞാനിതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചതച്ച വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരിക്കൽ ഓപ്പണാക്കി കഴിഞ്ഞ മോസറല്ല ചീസ് ഇതുപോലെ സിപ്ലോക്ക് കവറിൽ ഇട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് എടുത്തിട്ട് ഇനി ഓംലെറ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നോണൊന്നും കഴിക്കാത്തവരാണെങ്കിൽ 100 ഗ്രാം വരെ ചീസ് ഒരു ദിവസം ഉപയോഗിക്കാം കേട്ടോ. അല്ലാത്തവർക്കാണെങ്കിൽ 60 ഗ്രാം വരെയും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ കഴിക്കാൻ നേരം എടുത്താൽ മതി. ഈ ഒരു ചൂടിൽ തന്നെ ഇരിക്കണം. ആ ഒരു ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ചീസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഞാൻ പാത്രം ഒന്ന് തുറന്ന് വെക്കുകയാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് സമയമായി. പ്ലേറ്റിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഓംലെറ്റ് അത്യാവശ്യം നല്ലൊരു ചൂട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതിനോട് കൂടിയിട്ട് പ്രത്യേകിച്ച് ഡിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മെഴുക്ക് പുരട്ടിയിലാണ് തയ്യാറാക്കിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രുചിയും മുട്ടയും ചീസും എല്ലാം കൂടി ഒത്തു വന്നൊരു നല്ല രുചിയാണിത്. അപ്പോൾ ഒരുപാട് സവാള നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും ഡയറ്റിൽ അനുവദിച്ച വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്കിതുപോലെ ഓംലെറ്റ് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു, സഹായമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഉച്ചക്കത്തെ ബാക്കി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് കഴിക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് കൂടി ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.